ഞങ്ങൾ അതികാലത്തെ എഴുന്നേറ്റ് മുന്തിരിത്തോട്ടത്തിൽ പോയി മുന്തിരിങ്ങ വിളഞ്ഞോ മുന്തിരിവള്ളി പൂത്തോ എന്നൊക്കെ നോക്കാൻ. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു അടിപൊളി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടാൽ തന്നെ നിങ്ങളുടെ കണ്ണ് തള്ളിപ്പോവും കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഒരു മുന്തിരിത്തോട്ടത്തിൽ പോയതിൻ്റെ കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ മൂത്ത് വിളഞ്ഞ് മെറൂണും പിങ്കും പച്ചയും കലർന്ന മുന്തിരിക്കുലകൾ കണ്ട് കണ്ണ് അഞ്ചിച്ചു പോയി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ സ്തംഭിച്ച് നിന്നുപോയി. അവിടെയാണെങ്കിലോ നിറയെ ആൾക്കാരും, കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഏതോ മായാലോകത്തിൽ എന്നതുപോലെ ഒരു മയക്കത്തിലായിരുന്നു. എനിക്കാണെങ്കിൽ ഒന്ന് പോസ് ചെയ്തൊരു ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ആളുകളെ തട്ടിയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതെവിടെയാണെന്നോ? കമ്പംമേട്ടിലെ MSR ഗ്രേപ്സ് ഗാർഡൻ ആണ്. തേക്കടിയിൽ നിന്നും 19 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇവിടേക്ക്. ഇത് കൊല്ലം തേനി ഹൈവേയിൽ കമ്പം വാലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുമളിയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കയറുമ്പോൾ ശരിക്കും വളഞ്ഞു പുളഞ്ഞ റോഡാണ്. നമുക്ക് സ്പീഡൊന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. 20 km/h ഒക്കെ പോകാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു 6 കിലോമീറ്ററോളം അങ്ങനെ തന്നെയാണ് വഴി. അത് കഴിഞ്ഞാൽ പിന്നെ വിശാലമായി പരന്നു കിടക്കുന്ന റോഡാണ്. ഇവിടെ 80 കിലോമീറ്റർ സ്പീഡിൽ വരെ പോകാമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ MSR ഗ്രേപ്സ് ഗാർഡൻ ഈ വഴിയോരത്ത് തന്നെയാണ്. വളരെ വിസിറ്റേഴ്സ് ഫ്രണ്ട്ലി ആയി ഒരു മുന്തിരിത്തോട്ടമാണ് ഈ MSR ഗ്രേപ്സ് ഗാർഡൻ. ഇവിടെ നിന്ന് നമ്മൾക്ക് ഫ്രഷ് മുന്തിരിങ്ങ ജ്യൂസും മുന്തിരിങ്ങയും ഒക്കെ വാങ്ങാം. ഞാനും വാങ്ങി കുറേ മുന്തിരിങ്ങ. കാരണം മരുന്നുകളൊന്നും അടിക്കാതെ തോട്ടത്തിൽ നിന്നും ഉടനെ പറിച്ചെടുത്ത മുന്തിരിങ്ങ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഈ തോട്ടത്തിൽ നമുക്ക് മുന്തിരിങ്ങ ഒന്നും പറിക്കാൻ പറ്റത്തില്ല കേട്ടോ. എനിക്കാണെങ്കിൽ കൈയൊന്ന് കുരുകുരുക്കുമായിരുന്നു. ഇത് കണ്ടിട്ട് എങ്ങനെയാണ് എനിക്കൊന്ന് കടിക്കാനാണ് തോന്നിയത്. ഇവിടുത്തെ സൗന്ദര്യം പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. ഒരാൾ പൊക്കത്തിലാണ് ഈ മുന്തിരിയുടെ പന്തലിട്ടിരിക്കുന്നത്. ചില മുന്തിരിക്കുലകളൊക്കെ എൻ്റെ തലയിൽ മുട്ടിയിരുന്നു. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പകച്ചു നിൽക്കുകയാണ്. അവർക്ക് ആർക്കും അതൊന്ന് പറിക്കാനായിട്ട് തോന്നും കേട്ടോ. കാരണം കൈയെത്തുന്ന ദൂരത്തിലാണ് നിൽക്കുന്നത്. അതോ നിറഞ്ഞങ്ങനെ വിളഞ്ഞ് കിടക്കുകയാണ്. ഇത് കണ്ടെന്ന് എങ്ങനെ പറിക്കാതിരിക്കാൻ പറ്റും? എനിവേ, അവിടെ അതൊന്നും പറിക്കാൻ പറ്റുമില്ലാത്തതുകൊണ്ട് ആരും മുന്തിരിക്കാൻ ഒന്നും പറിക്കുന്നത് കണ്ടില്ല കേട്ടോ. നമ്മുടെ കേരളത്തിൽ ഇതുപോലത്തെ മുന്തിരിത്തോട്ടം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ, നിങ്ങൾ തേക്കടിക്കോ കുമളിക്കോ ഒക്കെ പോയാൽ ഈ മുന്തിരിത്തോട്ടം കാണാൻ മറക്കരുത്. ഇവിടെ വന്നാൽ നമ്മുടെ കണ്ണുകൾക്കും മനസ്സിനും എന്തെന്നില്ലാത്ത ഒരു സ്വർഗീയ അനുഭൂതിയാണ് ലഭിക്കുക. അങ്ങനെ ഈ മുന്തിരിത്തോപ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ പ്രിയൻ എൻ്റെ കാതുകളിൽ ഓതി, പ്രിയേ, നമ്മൾക്ക് ഈ മുന്തിരിത്തോട്ടത്തിൽ രാപ്പാർത്താലോ? ഞാൻ പറഞ്ഞു, എപ്പോഴേ റെഡി.